കളങ്കാവൽ കൊച്ചു ചിത്രം, മികച്ച ചിത്രം, ഗംഭീര ചിത്രം. കൈയടിക്കടാ മക്കളെ എന്ന് നമ്മൾ കമ്മട്ടിപ്പാടത്തിനകത്ത് പറയുന്നല്ല, കൈയടിക്കടാ. ഇതിനകത്തുനിന്ന് എല്ലാവരും അടിപൊളിയാണ്, ടെക്നിക്കലും എല്ലാവരും ഗംഭീരമാണെങ്കിൽ പെട്ടെന്നൊരു ഓട്ടപ്രദക്ഷിണം വെക്കാം. സൗണ്ട് മിക്സർ രാധാകൃഷ്ണൻ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും താരമൂല്യമുള്ള ഏറ്റവും ബിസി ആയിട്ടുള്ള സൗണ്ട് മിക്സർ. ആനിമലും പുഷ്പയും കാന്താരയും ലോകയും കളങ്കാവലും ചെയ്യാൻ ഒരേ സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റേഞ്ച് വേറെയാണ്. നിറഞ്ഞ കയ്യടി ആദ്യം രാധാകൃഷ്ണൻ സൗണ്ട് മിക്സർ. മുജീബ് മജീദ് ഇതിന്റെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റാണ്. എക്കോയും കിഷ്കിന്ത കണ്ടവർക്ക് അറിയാം എങ്ങനെ സിനിമയായിട്ട് എഴുതി ചേരണം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കൂടുതൽ വലിയ ആർഭാടമൊന്നുമില്ല, പക്ഷെ ചെയ്യുന്നവർക്ക് നല്ല വെടിപ്പായിട്ട് ചെയ്യുന്ന പയ്യൻ കളങ്കാവിൽ തകർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം ആ തമിഴ് പാട്ട്, ഒരു ക്ലൈമാക്സിലൊക്കെ ആ തമിഴ് പാട്ട് കേൾക്കുമ്പോഴേ കൈയടിക്കണമെന്നുണ്ടെങ്കിൽ മുജീബ് മജീദ് എന്ന് പറഞ്ഞ പയ്യൻ ഉഗ്രം കക്ഷിയാണ്. അടുത്തതിന്റെ സംവിധായകൻ കപ്പിത്താൻ ജിതിൻ കുറുപ്പിന്റെ റൈറ്റർ ആയിട്ടുണ്ട്. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഒരിക്കലും ഫീൽ ചെയ്യാത്ത സിനിമ. അടക്കം വന്ന സംവിധാനം, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നോക്കി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്നുള്ള രീതിയിൽ ഗംഭീരമായിട്ട് ഭാവി വാഗ്ദാനം ഒന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കക്ഷി ജിതിൻ. ഇനി വിനായകനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഗംഭീര ആക്ടറാണ്. സോഷ്യൽ മീഡിയയിൽ എന്താണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഗംഭീര ആക്ടറാണ് അദ്ദേഹം. കമ്മട്ടിപ്പാടവും അല്ലെങ്കിൽ ആടും ജയിലറും ചെയ്ത എത്രയോ കഥാപാത്രങ്ങൾ ചെയ്ത അദ്ദേഹം ഇതിനകത്ത് വന്നപ്പം അങ്ങ് അർമാദിച്ച കക്ഷിയല്ല, വളരെ സട്ടിലായിട്ട് ഗംഭീരമായിട്ട് ചെയ്തേക്കുന്നു. കൃത്യമായിട്ട് വിനായകൻ തന്നെയാണ് കളങ്കാവലിലെ നായകൻ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിനായകന് കൈയടി മേടിക്കണമെങ്കിൽ വിനായകന്റെ പെർഫോമൻസ് അത്രയും സൂപ്പറായിട്ടിരുന്നു. വിനായകൻ സൂപ്പറാണ്, കൈയടി. ഇനി മമ്മൂട്ടി കമ്പനിക്കും മമ്മൂട്ടിക്കും സ്പെഷ്യലാണ്. കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ പരീക്ഷണങ്ങൾക്ക് എന്നും വിധേയമാണ്. ആർത്തി എന്ന് പറഞ്ഞാൽ സിനിമയോടുള്ള ആർത്തി തന്നെയാണ്. ഇത് ആരും നിർമ്മിക്കാത്ത സിനിമ. ഇത് ഈ കഥയൊന്നും പറഞ്ഞാൽ ബ്രഹ്മയുഗോ റോഷാക്കോ എന്നും പറഞ്ഞാൽ ഒരു നിർമ്മാവും നിർമ്മിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പുഴുവോ നൻപൽ നേരത്തോ ആരും നിർമ്മിക്കത്തില്ല. ആരും നിർമ്മിക്കാത്ത സിനിമകൾ ഇദ്ദേഹം നിർമ്മിക്കുകയും ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിക്കുകയും അത്യാവശ്യം അത് ഗംഭീരമായിട്ട് പുത്തൻ താരങ്ങളെയും പുത്തൻ ടെക്നീഷ്യനെയും കൊണ്ട് ഏതെല്ലാം രീതിയിൽ അത് സൂപ്പറാക്കാവോ അത്രയും സിനിമയെ സൂപ്പറാക്കുന്ന സിനിമയെ ശ്വാസം എന്ന് കരുതുന്ന മമ്മൂക്ക, അദ്ദേഹത്തിന് നിറഞ്ഞ കയ്യടി. ഇനിയും ഒരുപാട് ഗംഭീര ചിത്രങ്ങൾ മമ്മൂട്ടി കമ്പനിയിൽ നിന്നും മമ്മൂട്ടി നിന്നും വരട്ടെ എന്ന് നമുക്ക് ഒരുപോലെ ആഗ്രഹിക്കാം. ഓക്കെ.